Network News is brought to you in association with Malabar Gold and Diamonds. Celebrate the beauty of life. Manohar Jewellery's Jewel House, Jewel Junction, Payyanur. Arabian Jewelers, Payyanur and Trikkaripur. Kallarakal's Gold Park, Payyanur. White House, National Highway, Chiruvuttur, Anchulikara. പയ്യന്നൂർ റൂറൽ ബാങ്ക് വിശ്വാസ്യതയുടെ സേവനത്തിന്റെ 70 വർഷങ്ങൾ. 2 പതിറ്റാണ്ടുകൾ പിന്നിട്ട മേരി മാത ഇംഗ്ലീഷ് സ്കൂൾ പിലാത്തറ. അപ്പോ സമ്പൂർണ്ണ പരിശുദ്ധിയും പോഷകഗുണങ്ങളുമുള്ള പാലേതാണ് ജനതാ പാൽ, ഒരു ജനതാ ചാരിറ്റബിൾ സൊസൈറ്റി ഉൽപ്പന്നം. ബാഗ് ബസാർ, എബോ ഹോട്ടൽ ടോപ്പ് സ്റ്റാർ, ഓൾഡ് ബസ് സ്റ്റാൻഡ്, മെയിൻ റോഡ്, പയ്യന്നൂർ. ഇസ ടിമ്പേഴ്സ്, വെള്ളാപ്പ്, തൃക്കരിപ്പൂർ. ടി ബാഗ്, റോയൽ സിറ്റി കോംപ്ലക്സ് നിയർ ഫെഡറൽ ബാങ്ക്, പയ്യന്നൂർ. നമസ്കാരം. നെറ്റ്വർക്ക് വാർത്താ നേരത്തിലേക്ക് സ്വാഗതം. കാണാം പ്രധാന വാർത്തകൾ. മോദി ഭരണത്തിന് കീഴിൽ രാജ്യത്ത് ന്യൂനപക്ഷങ്ങൾ ആക്രമിക്കപ്പെട്ടപ്പോൾ കോൺഗ്രസ് കാഴ്ചക്കാരായി മാറുകയാണുണ്ടായതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ആരോപിച്ചു. ന്യൂനപക്ഷങ്ങൾക്ക് സംരക്ഷണം നൽകാൻ കോൺഗ്രസിന് സാധിക്കില്ലെന്ന് ഇതിനോടകം തെളിഞ്ഞതാണെന്നും മുഖ്യമന്ത്രി. തിരഞ്ഞെടുപ്പ് ചട്ടലംഘനം. UDF സ്ഥാനാർത്ഥി രാജ്മോഹൻ ഉണ്ണിത്താനെതിരെ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി. ശബരിമല വിഷയത്തെ അധികരിച്ച പ്രസംഗമാണ് വിവാദമായത്. ചൂട് വർദ്ധിക്കും. വരും ദിവസങ്ങളിൽ സംസ്ഥാനത്ത് അതീവ ജാഗ്രതാ നിർദ്ദേശം. ഏപ്രിൽ 12, 13 തീയതികളിൽ ഉയർന്ന താപനില ശരാശരിയിൽ നിന്നും 2 മുതൽ 4 ഡിഗ്രി വരെ ഉയരുവാൻ സാധ്യതയെന്നും മുന്നറിയിപ്പ്. കുടിവെള്ള പദ്ധതിയുടെ നിർമ്മാണ പ്രവൃത്തി സ്വകാര്യ വ്യക്തി തടസ്സപ്പെടുത്തുന്നതായി പരാതി. ചെറുതാഴം അരുമ്പാക്കത്ത് പ്രദേശവാസികൾ പ്രതിഷേധവുമായി രംഗത്തെത്തി. പഴയങ്ങാടി പാലം ബലപ്പെടുത്തുന്ന പ്രവൃത്തിക്ക് തുടക്കമായി. 3,30 ലക്ഷം രൂപ ചെലവിലാണ് പ്രവൃത്തി നടത്തുന്നത്. 6 മാസം കൊണ്ട് പ്രവൃത്തി പൂർത്തിയാകും. മാത്തിൽ പെരളം ഭാഗങ്ങളിൽ വയൽ നികത്തൽ വ്യാപകം. നടപടി കടുപ്പിച്ചു വില്ലേജ് അധികൃതർ. വാർത്തകൾ വിശദമായി. UDF സ്ഥാനാർത്ഥി രാജ്മോഹൻ ഉണ്ണിത്താനെതിരെ തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി. കാണാം ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രത്യേക പങ്ക്തി. സിറ്റി ബാഗ്, ദ ഗ്രേറ്റ് ഇന്ത്യൻ വാർ. കുറഞ്ഞ വിലയിൽ കൂടുതൽ സംതൃപ്തി. സിറ്റി ബാഗ്, നവീകരിച്ച പയ്യന്നൂർ സിറ്റി ബാഗിൽ സ്കൂൾ ബാഗ്, കോളേജ് ബാഗ്, ബാക്ക് പാക്ക്, വാട്ടർ ബോട്ടിൽ, റെയിൻകോട്ട്, കുടകൾ മുതലായവയും ഒരുക്കിയിരിക്കുന്നു. കൂടാതെ സ്കൂൾ പർച്ചേസ് ചെയ്യുന്ന കൂട്ടുകാർക്ക് സിറ്റി ബാഗ് നൽകുന്ന സമ്മാനങ്ങളും. സിറ്റി ബാഗിന്റെ നവീകരിച്ച ഷോറൂമിലേക്ക് ഏവർക്കും സ്വാഗതം. സിറ്റി ബാഗ്, റോയൽ സിറ്റി കോംപ്ലക്സ് നിയർ ഫെഡറൽ ബാങ്ക്, പയ്യന്നൂർ. UDF സ്ഥാനാർത്ഥി രാജ്മോഹൻ ഉണ്ണിത്താൻ തിരഞ്ഞെടുപ്പ് ചട്ടലംഘനം നടത്തിയതായി കണ്ടെത്തിയതിനെ തുടർന്ന് LDF നൽകിയ പരാതി സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കൈമാറി. LDF കാസർഗോഡ് മണ്ഡലം സെക്രട്ടറി TV രാജേഷ് MLA ആണ് വരണാധികാരിയായ ജില്ലാ കളക്ടർ D സജിത് ബാബുവിന് പരാതി നൽകിയത്. രാജ്മോഹൻ ഉണ്ണിത്താൻ ശബരിമല വിഷയം പ്രചരണായുധമാക്കിയെന്ന പരാതിയാണ് CPM ഉന്നയിച്ചിരിക്കുന്നത്. പയ്യന്നൂർ അരവഞ്ചാലിൽ ഏപ്രിൽ 8 നടന്ന പര്യടനത്തിൽ ഉണ്ണിത്താൻ വിവാദ പ്രസംഗം നടത്തിയതെന്നാണ് പരാതി. പ്രസംഗത്തിന്റെ വീഡിയോ ക്ലിപ്പിംഗും പരാതിക്കൊപ്പം സമർപ്പിച്ചിരുന്നു. മണ്ഡലത്തിലെ വിവിധ കേന്ദ്രങ്ങളിൽ ഈ പ്രസംഗം ആവർത്തിച്ചിട്ടുണ്ടെന്നും പരാതിയിൽ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. ശബരിമല വിധിയുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതി അവഹേളിക്കുകയും മതവികാരം ഇളക്കിവിടുകയും ചെയ്തുവെന്നാണ് LDF പരാതി ഉന്നയിച്ചത്. LDF സർക്കാർ വിശ്വാസികൾക്കെതിരാണെന്നും അതുകൊണ്ടുതന്നെ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടി നൽകണമെന്നും ഉണ്ണിത്താൻ വീഡിയോയിൽ പറയുന്നതായും പരാതിയിൽ ചൂണ്ടിക്കാട്ടി. ശബരിമല തെരഞ്ഞെടുപ്പ് വിഷയമാക്കരുതെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നേരത്തെ നിർദ്ദേശിച്ചിരുന്നു. മതവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും ഉന്നയിക്കരുതെന്ന് തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം ലംഘിച്ച UDF സ്ഥാനാർത്ഥി ഉണ്ണിത്താനെതിരെ നടപടിയെടുക്കണമെന്നാണ് പരാതിയിൽ LDF ആവശ്യപ്പെട്ടത്. ഇനി ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടത് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ടിക്കാറാം മീണയാണ്. ന്യൂസ് ഡെസ്ക്, നെറ്റ്വർക്ക് ന്യൂസ്. മോദി ഭരണത്തിന് കീഴിൽ രാജ്യത്ത് ന്യൂനപക്ഷങ്ങൾ ആക്രമിക്കപ്പെട്ടപ്പോൾ കോൺഗ്രസ് കാഴ്ചക്കാരായി മാറുകയാണുണ്ടായതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ആരോപിച്ചു. കാഞ്ഞങ്ങാട്ട് LDF തെരഞ്ഞെടുപ്പ് പൊതുയോഗം ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിക്കുകയായിരുന്നു അദ്ദേഹം. ന്യൂനപക്ഷങ്ങൾക്ക് സംരക്ഷണം നൽകാൻ കോൺഗ്രസിന് സാധിക്കില്ലെന്ന് ഇതിനോടകം തെളിഞ്ഞതായെന്നും മുഖ്യമന്ത്രി.
മൃദു ഹിന്ദുത്വ നിലപാടുമായി മുന്നോട്ടു പോകുന്ന കോൺഗ്രസ് വർഗീയതയെ പ്രോത്സാഹിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ചില കോൺഗ്രസ് നേതാക്കൾ തർക്കവിഷയമായ രാമക്ഷേത്രത്തെ BJPയേക്കാൾ വാശിയോടെ രാഷ്ട്രീയ നേട്ടത്തിന് ഉപയോഗിക്കുകയാണെന്ന് പിണറായി കുറ്റപ്പെടുത്തി. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ കോൺഗ്രസിൽ നിന്നും BJPയിലേക്കുള്ള ഒഴുക്ക് തെറ്റായ സന്ദേശമാണ് നൽകുന്നത്. സാമ്പത്തിക നയത്തിന്റെ കാര്യത്തിൽ കോൺഗ്രസും BJPയും ഒരുപോലെയാണ്. 2009 മുതൽ ഇന്ത്യയിലെ ജനങ്ങൾ ആരംഭിച്ച അസംതൃപ്തി 2019 ആയിട്ടും അവസാനിച്ചിട്ടില്ല. മൻമോഹൻ സിംഗ് അവസാനിപ്പിച്ചെടുത്തു വെച്ച് നരേന്ദ്രമോദി ആരംഭിക്കുകയായിരുന്നു. വർഗീയതയുടെ ഓരം ചേർന്നു പോകുന്ന കോൺഗ്രസിൽ ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ആരെല്ലാം ബാക്കിയുണ്ടാകുമെന്ന് കണ്ടുതന്നെ അറിയണമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ഒരുപക്ഷെ കോൺഗ്രസ് തന്നെ ഇല്ലാതായാലും അത്ഭുതപ്പെടാനില്ല. ഇത്തരമൊരു സാഹചര്യത്തിൽ BJPക്ക് ബദൽ എന്ന് പറയാവുന്ന മുന്നണി ഇടതുപക്ഷം തന്നെയാണ്. ഇടതുപക്ഷത്തെ രാജ്യത്തെ ജനങ്ങൾ ഏറെ പ്രതീക്ഷയോടെയാണ് നോക്കിക്കാണുന്നത്. വർഗീയ വിദ്വേഷ നിലപാടുകൾ സ്വീകരിക്കുന്ന BJPയെയും വർഗീയതയോട് സന്ധി ചെയ്യുന്ന കോൺഗ്രസിനെയും ജനങ്ങൾക്ക് മടുത്തിരിക്കുന്നു. കേരളത്തെയും വയനാടിനെയും അപമാനിക്കുന്ന BJPയുടെ നിലപാടുകൾ ഇവിടുത്തെ ജനങ്ങൾ തിരിച്ചറിയുന്നുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. യോഗത്തിൽ മന്ത്രി E. ചന്ദ്രശേഖരൻ അധ്യക്ഷനായി. സ്ഥാനാർത്ഥി KP സതീഷ്ചന്ദ്രൻ, MLAമാരായ K. കുഞ്ഞിരാമൻ, M. രാജഗോപാലൻ എന്നിവരുമുൾപ്പെടെ നിരവധി നേതാക്കൾ യോഗത്തിൽ സംബന്ധിച്ചു. കാസർഗോഡ് പാർലമെന്റ് മണ്ഡലം LDF സ്ഥാനാർത്ഥി KP സതീഷ് ചന്ദ്രന്റെ തിരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം പറവൂരിൽ നടന്ന പൊതുയോഗം റവന്യൂ മന്ത്രി E. ചന്ദ്രശേഖരൻ ഉദ്ഘാടനം ചെയ്തു. കഴിഞ്ഞ 5 വർഷക്കാലത്തെ നരേന്ദ്രമോദി ഗവൺമെന്റിനുള്ള മറുപടിയാകണം വരുന്ന തിരഞ്ഞെടുപ്പെന്ന് ചന്ദ്രശേഖരൻ പറഞ്ഞു. അപ്പോൾ ഈ തിരഞ്ഞെടുപ്പിൽ നരേന്ദ്രമോദിയെ പരാജയപ്പെടുത്തണം, BJPയെ വീണ്ടും അധികാരത്തിൽ വരാൻ അനുവദിക്കാതിരിക്കണം, ഇവിടെ ഒരു മതനിരപേക്ഷ ജനാധിപത്യ ഗവൺമെന്റ് ഉണ്ടാക്കണം. അതിലെ അത്തരമൊരു സാഹചര്യം വരുമ്പോൾ ഇന്ത്യൻ പാർലമെന്റിനകത്തെ ഇടതുപക്ഷത്തിന്റെ സാന്നിധ്യവും ശക്തിയും കരുത്തും വർദ്ധിപ്പിക്കാൻ ആവശ്യമായ നടപടിയുമുണ്ടാകും. ആ ഇടതുപക്ഷത്തിന്റെ ഇടപെടലായിരിക്കും ഇന്ത്യയിൽ ഇനി വരാൻ പോകുന്ന മതനിരപേക്ഷ ജനാധിപത്യ ഗവൺമെന്റിന്റെ നയങ്ങളിൽ സ്വാധീനം ചെലുത്താൻ കഴിയും. രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ള AICC നേതൃത്വം മുഴുവൻ അഴിമതിയിൽ കുളിച്ചു നിൽക്കുകയാണെന്നും അതിൽ മുഖ്യ പങ്കാളികളാണ് BJP എന്നും ഇത്തരത്തിൽ BJPയെ അധികാരത്തിലെത്തിച്ച നയം കോൺഗ്രസ് തിരുത്തുന്നിടത്തോളം കാലം രാജ്യത്ത് ഒരു ബദൽ നയം നടപ്പിലാക്കുന്ന ഗവൺമെന്റ് ഉണ്ടാകില്ലെന്നും മതനിരപേക്ഷ ഗവൺമെന്റ് ഉണ്ടാകണമെങ്കിൽ ഇടതുപക്ഷത്തിന്റെ സാന്നിധ്യം പാർലമെന്റിൽ ഉണ്ടാകണമെന്നും ചന്ദ്രശേഖരൻ പറഞ്ഞു. 5 വർഷത്തെ നരേന്ദ്രമോദി ഭരണത്തിന്റെ വിലയിരുത്തലാണ് ഈ തെരഞ്ഞെടുപ്പെന്നും ഈ വർഷങ്ങളിൽ അവർ സ്വീകരിച്ച നടപടികൾക്കെതിരെയാകണം ഇലക്ഷനിലുള്ള മറുപടിയെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ചടങ്ങിൽ K. കുഞ്ഞിരാമൻ അധ്യക്ഷത വഹിച്ചു. താവം ബാലകൃഷ്ണൻ, PP. ദാമോദരൻ, T. രാജൻ, K. പത്മനാഭൻ, നാരായണൻ ചിറക്കര തുടങ്ങിയവർ സംസാരിച്ചു. PP. പ്രകാശൻ സ്വാഗതം പറഞ്ഞു. കാരക്കുണ്ടിൽ നിന്നും പരവൂരിലേക്ക് നടന്ന പ്രകടനത്തിൽ നിരവധി പേർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പിലാത്തറ. ഇന്ത്യൻ ഭരണഘടന അനുശാസിക്കുന്ന സ്വാതന്ത്ര്യങ്ങൾ ഇല്ലാതാക്കി മതത്തിന്റെ പേരിൽ ഇന്ത്യയിലെ ജനങ്ങളെ ഞങ്ങളും നിങ്ങളുമാക്കി മാറ്റുകയാണ് നരേന്ദ്രമോദി സർക്കാർ ചെയ്തതെന്ന് CPIM പോളിറ്റ് ബ്യൂറോ അംഗം MA ബേബി. കാസർഗോഡ് മണ്ഡലം LDF സ്ഥാനാർത്ഥി KP സതീഷ് ചന്ദ്രന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം ചിറ്റാരിക്കാലിൽ നടന്ന തെരഞ്ഞെടുപ്പ് റാലിക്ക് ശേഷം നടന്ന പൊതുയോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇതിനെതിരായിട്ട് വർഗീയമായ ആക്രമണങ്ങൾ പലതും ഉണ്ടായിട്ടുണ്ട്, വർഗീയ ലഹളകൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ നരേന്ദ്രമോദി ഇന്ത്യ ഭരിച്ച കഴിഞ്ഞ 5 വർഷക്കാലത്ത് നടന്നതുപോലെയുള്ള മതത്തിന്റെ അടിസ്ഥാനത്തിൽ ജനങ്ങളെ ഭിന്നിപ്പിക്കാനും വകവരുത്താനും നടന്നിട്ടുള്ള ശ്രമങ്ങൾ ഇന്ത്യയുടെ ചരിത്രത്തിൽ ഒരിക്കലും സംഭവിച്ചു. നമുക്കെല്ലാവർക്കും കൂടി ഉള്ളതാണ് ഇന്ത്യ എന്ന ബോധം തകർത്തുകൊണ്ട് ഇന്ത്യ ഞങ്ങളുടേതാണ്, ഞങ്ങൾ പറയുന്നത് കേട്ട് നിങ്ങൾ മര്യാദയ്ക്ക് ജീവിച്ചാൽ നിങ്ങൾക്ക് ഇവിടെ കഴിയാം, അല്ലെങ്കിൽ നിങ്ങളെ ഞങ്ങൾ ഒരു പാഠം പഠിപ്പിക്കുമെന്ന് നിങ്ങളും ഞങ്ങളും എന്ന് ഇന്ത്യൻ ജനതയെ വിഭജിച്ചുകൊണ്ട്, മതത്തിന്റെ അടിസ്ഥാനത്തിൽ വിഭജിച്ചുകൊണ്ട് അംബാനിക്കും അദാനിക്കും എന്തും എഴുതി കൊടുക്കുന്ന സർക്കാരാണ് മോദിയുടേതെന്ന് CPIM പോളിറ്റ് ബ്യൂറോ അംഗം MA ബേബി പറഞ്ഞു. BJPക്കെതിരായി മതേതര കക്ഷികളെ കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് മുന്നോട്ടു പോകാനുള്ള ശ്രമത്തെ തകർക്കുകയാണ് കോൺഗ്രസ് ചെയ്യുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ജോണി താന്നിക്കൽ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. M. രാജഗോപാലൻ MLA, CPIM കാസർഗോഡ് ജില്ലാ സെക്രട്ടറി ബാലകൃഷ്ണൻ മാസ്റ്റർ, എളേരി ഏരിയ സെക്രട്ടറി P. അപ്പുക്കുട്ടൻ,
പെരിങ്ങോം ഏരിയ സെക്രട്ടറി സി സത്യപാലൻ, സാബു എബ്രഹാം, പി കെ മോഹനൻ, കെ കൃഷ്ണൻ തുടങ്ങി നിരവധി നേതാക്കൾ സംസാരിച്ചു. ചിറ്റാരിക്കാൽ കാര ജംഗ്ഷനിൽ നിന്നും ആരംഭിച്ച റാലി ടൗൺ ചുറ്റി ബസ് സ്റ്റാൻഡ് പരിസരത്തുള്ള സമ്മേളന നഗരിയിൽ സമാപിച്ചു. ന്യൂസ് ബ്യൂറോ, ചെറുപുഴ. കടന്നപ്പള്ളി നോർത്ത് ലോക്കൽ LDF തിരഞ്ഞെടുപ്പ് റാലി ചന്തപുരയിൽ നടന്നു. CPIM കേന്ദ്ര കമ്മിറ്റി അംഗം വിജു കൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. കൈതപ്രത്തു നിന്നും ആരംഭിച്ച റാലിയിൽ നൂറുകണക്കിന് ആളുകൾ പങ്കെടുത്തു. CPIM കേന്ദ്ര കമ്മിറ്റി അംഗം വിജു കൃഷ്ണൻ റാലി ഉദ്ഘാടനം ചെയ്തു. അച്ഛേ ദിൻ ആയെങ്കിൽ അധ്വാനിക്കുന്നവർക്കും കർഷകർക്കും കർഷക തൊഴിലാളികൾക്കും നല്ല നാളുകൾ വരും എന്ന മുദ്രാവാക്യം കൂടിയുണ്ടായിരുന്നു. കർഷകന് വിളകൾക്ക് ഉൽപാദന ചെലവിനേക്കാളും 50% കൂടുതൽ നൽകും, താങ്ങുവില നൽകും. ഇതായിരുന്നു ഏറ്റവും വലിയൊരു വാഗ്ദാനം. വലിയ രീതിയിൽ കർഷകന്റെയും കർഷക തൊഴിലാളികളുടെയും പിന്തുണ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ BJPക്ക് നേടാനായി. ഒരു ഉദാഹരണം എടുത്താൽ ഹരിയാനയിലും മഹാരാഷ്ട്രയിലും ഒരിക്കലും ഇന്ത്യൻ ചരിത്രത്തിൽ ഒരിക്കലും BJP തനിച്ച് അധികാരത്തിൽ വരാൻ സാധിക്കാത്ത. പി പ്രഭാകരൻ അധ്യക്ഷത വഹിച്ചു. PP ദാമോദരൻ, താവം ബാലകൃഷ്ണൻ, T രാജൻ, M വിജിൻ, കെ പത്മനാഭൻ, നാരായണൻ, സുബേർ പടുപ്പ്, ബി ഹംസ ഹാജി എന്നിവർ സംസാരിച്ചു. TV ചന്ദ്രൻ സ്വാഗതം പറഞ്ഞു. ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പെരുമാറ്റച്ചട്ട ലംഘനങ്ങൾ അധികൃതരുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നതിനായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തയ്യാറാക്കിയ C-വിജിൽ മൊബൈൽ ആപ്പിൽ പരാതി പ്രളയം. കണ്ണൂർ ജില്ലയിൽ നിന്നും 5000-ഓളം പരാതികളാണ് ആപ്പ് വഴി ലഭിച്ചത്. തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം ലംഘിച്ച് പതിച്ച പോസ്റ്ററുകൾ, ബാനറുകൾ, ബോർഡുകൾ, സ്തൂപങ്ങൾ, ചുമരെഴുത്തുകൾ, പണം കൈമാറ്റം തുടങ്ങിയവയുമായി ബന്ധപ്പെട്ട പരാതികളാണ് C-വിജിലിൽ കൂടുതലായും ലഭിക്കുന്നത്. ഇതുവരെ ലഭിച്ച പരാതികളിൽ 4656 എണ്ണത്തിൽ നടപടികൾ കൈക്കൊള്ളുകയും 192 പരാതികൾ കഴമ്പില്ലെന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് ഒഴിവാക്കുകയും ചെയ്തു. 4034 പരാതികളിൽ 100 മിനിറ്റിനുള്ളിൽ തന്നെ നടപടി സ്വീകരിക്കാനായി. മട്ടന്നൂർ മണ്ഡലത്തിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ പരാതികൾ ലഭിച്ചിരിക്കുന്നത്, 878 എണ്ണം. 76 പരാതികൾ ലഭിച്ച തലശ്ശേരി മണ്ഡലത്തിലാണ് ഏറ്റവും കുറവ്, പയ്യന്നൂരിൽ 247, കല്യാശ്ശേരി 571, തളിപ്പറമ്പ് 271, ഇരിക്കൂർ 471, അഴീക്കോട് 516, കണ്ണൂർ 625, ധർമ്മടം 372, കൂത്തുപറമ്പ് 334, പേരാവൂർ 530 എന്നിങ്ങനെയാണ് മറ്റു മണ്ഡലങ്ങളിൽ നിന്ന് ലഭിച്ച പരാതികൾ. മാതൃകാ പെരുമാറ്റച്ചട്ടം, തിരഞ്ഞെടുപ്പ് ചെലവുകൾ തുടങ്ങിയവയുടെ ലംഘനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അപ്പോൾ അധികൃതരെ അറിയിക്കാനുള്ള സൗകര്യമാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ C-വിജിൽ ആപ്ലിക്കേഷനിലൂടെ ഒരുക്കിയിരിക്കുന്നത്. ആൻഡ്രോയിഡ് ഫോണിൽ ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിക്കാവുന്ന ഈ ആപ്പ് വഴി പെരുമാറ്റച്ചട്ടം സംബന്ധിച്ച പരാതികൾ അധികൃതരെ അറിയിക്കാം. ചട്ടലംഘനങ്ങളുടെ ഫോട്ടോ, 2 മിനിറ്റിൽ കൂടാത്ത വീഡിയോ എന്നിവ സഹിതം ഒരു ചെറുകുറിപ്പോടെയാണ് പരാതികൾ നൽകേണ്ടത്. പരാതിക്കാരന്റെ വിവരങ്ങൾ വെളിപ്പെടുത്താതെ പരാതി നൽകാനുള്ള സംവിധാനവും C-വിജിൽ ആപ്പിലുണ്ട്. ന്യൂസ് ഡെസ്ക്, നെറ്റ്വർക്ക് ന്യൂസ്. IRPC ചെറുതാഴം ലോക്കൽ ഗ്രൂപ്പിന്റെ ആഭിമുഖ്യത്തിൽ സാന്ത്വനയാത്ര നടത്തി. തിരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥമായിരുന്നു സാന്ത്വനയാത്ര. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് സർവേ നടത്തി ലഭിച്ച 66 വീടുകളിലാണ് സാന്ത്വനയാത്ര നടത്തിയത്. കിടപ്പിലായ രോഗികളെയും മറ്റും ഗൃഹസന്ദർശനം നടത്തി അവർക്ക് ഓട്സ്, ഹോർലിക്സ്, വാൾക്കർ തുടങ്ങിയ ഹെൽത്ത് ഡ്രിങ്കുകൾ നൽകുകയും ചെയ്തു. ഇന്നത്തെ ദിവസം IRPCയുടെ ചെറുതാഴം ലോക്കൽ ഗ്രൂപ്പിന്റെ നേതൃത്വത്തിൽ ഒരു സാന്ത്വന യാത്ര ഞങ്ങൾ സംഘടിപ്പിച്ചിരിക്കുകയാണ്. ഞങ്ങളുടെ സർവേയിൽ കണ്ടെത്തിയ 66 രോഗികളെ വീട്ടിൽ ചെന്ന് സന്ദർശിക്കുകയും അവർക്ക് ആവശ്യമായ വൈദ്യസഹായവും അതുപോലെ തന്നെ മറ്റു സഹായങ്ങളും ചെയ്യുക എന്നുള്ളതാണ് ഇതിനെക്കൊണ്ട് പ്രധാനമായി ഉദ്ദേശിച്ചത്. അതോടൊപ്പം ഇതിനൊക്കെ തന്നെ നേതൃത്വം കൊടുക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സാരഥികളെ ഇന്ത്യൻ പാർലമെന്റിലേക്ക് വമ്പിച്ച ഭൂരിപക്ഷത്തോടെ വിജയിപ്പിച്ചയക്കാനുള്ള ഒരു ദൗത്യവും കൂടി ഇതിന്റെ പ്രചരണപരമായി ഞങ്ങൾ ഏറ്റെടുത്തിരിക്കുന്നു. P. ദാമോദരൻ, PK ജയരാജൻ, PV അനിൽ ബാബു,
CV ജാനകി, M വത്സൻ, PP അംബുജാക്ഷൻ, MV രവി തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, പിലാത്തറ. കാസർഗോഡ് പാർലമെന്റ് മണ്ഡലം LDF സ്ഥാനാർത്ഥി KP സതീഷ് ചന്ദ്രന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം ആയന്നൂരിൽ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ നടത്തി. CPM കാസർഗോഡ് ജില്ലാ സെക്രട്ടറി ബാലകൃഷ്ണൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. ആയന്നൂരിൽ നടന്ന തിരഞ്ഞെടുപ്പ് കൺവെൻഷൻ CPM കാസർഗോഡ് ജില്ലാ സെക്രട്ടറി ബാലകൃഷ്ണൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. ഇപ്പോൾ നമുക്കിവിടെ ഇരിക്കാനും എവിടെ വീട് കെട്ടാനും എങ്ങനെ സഞ്ചരിക്കാനും എന്ത് ഭക്ഷണം കഴിക്കാനും ഈ രാത്രി ഇങ്ങനെ ഇരിക്കാനും ഇങ്ങനെയുള്ള സർവതന്ത്ര സ്വാതന്ത്ര്യമുണ്ട് നമുക്ക്. ന്യായമായി മറ്റുള്ളവർക്ക് ദ്രോഹം ചെയ്യാത്ത രീതിയിലുള്ള സ്വാതന്ത്ര്യങ്ങളെല്ലാം നമുക്കുണ്ട്. അതെന്താ ലഭിക്കുന്നത് നിങ്ങൾക്കറിയാം. ഇന്ത്യക്കൊരു ഭരണഘടനയാണ്. ആ ഭരണഘടനയുടെ കീഴിൽ നിന്നുകൊണ്ടാണ് നമ്മൾ ഇതൊക്കെ ചെയ്യുന്നത്. ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ മതങ്ങളുള്ള ഏക രാജ്യം ഇന്ത്യയാണ്. നിങ്ങൾക്കറിയാം 6 മതങ്ങളാണ് ഇന്ത്യയിലുള്ളത്. 6 മതം. അതിൽ 2 മതങ്ങൾ മാത്രമാണ് വൈദേശിക മതം എന്ന് പറയുന്നത്. ബാക്കിയെല്ലാം ഇന്ത്യയിൽ ഉത്ഭവിച്ചതാണ്. ഈ 123-124 കോടി ജനങ്ങളും 6 മതത്തിൽപ്പെട്ടവരാണ്. തിരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ഇപ്പോൾ കോൺഗ്രസിനു വേണ്ടി മത്സരിക്കുന്ന എത്ര പേർ കോൺഗ്രസ് വിട്ട് BJPയിലേക്ക് ചേക്കേറുമെന്ന് പറയാൻ കഴിയില്ലെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ ബാലകൃഷ്ണൻ മാസ്റ്റർ പറഞ്ഞു. PK ദാമോദരൻ അധ്യക്ഷത വഹിച്ചു. ജോസ് പതാലിൽ, K കൃഷ്ണൻ, PK മോഹനൻ, K ജനാർദ്ദനൻ, K ഗോവിന്ദൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. LDF കാസർഗോഡ് പാർലമെന്റ് മണ്ഡലം സ്ഥാനാർത്ഥി KP സതീഷ് ചന്ദ്രൻ പിലാത്തറ ഹോപ്പ് സന്ദർശിച്ചു. വെള്ളിയാഴ്ച ഉച്ചയോടെയാണ് സ്ഥാനാർത്ഥി ഹോപ്പിലെത്തിയത്. ഹോപ്പിലെത്തിയ സ്ഥാനാർത്ഥിയെ മാനേജിംഗ് ട്രസ്റ്റി KS ജയമോഹനൻ ഷോളണിയിച്ച് സ്വീകരിച്ചു. 15 മിനിറ്റോളം സ്ഥാനാർത്ഥി ഹോപ്പിൽ ചെലവഴിച്ചു. KS ജയമോഹൻ ഹോപ്പിന്റെ പ്രവർത്തന രീതികളെക്കുറിച്ചും പദ്ധതികളെക്കുറിച്ചും സ്ഥാനാർത്ഥിയുമായി വിശദമായി സംസാരിച്ചു. ഹോപ്പിലെ അന്തേവാസികളെ നേരിൽ കണ്ട് കാര്യങ്ങൾ അന്വേഷിച്ച ശേഷമാണ് സ്ഥാനാർത്ഥി മടങ്ങിയത്. സ്ഥാനാർത്ഥിക്കൊപ്പം CM വേണുഗോപാലൻ, AV രവീന്ദ്രൻ, MV രാജീവൻ, MV സന്തോഷ്, M അനിൽ, M കൃഷ്ണൻ എന്നിവരുമുണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ, പിലാത്തറ. KSRTE CITU പയ്യന്നൂർ യൂണിറ്റ് കുടുംബസംഗമം പെരുമ്പ GMUP സ്കൂളിൽ നടന്നു. C കൃഷ്ണൻ MLA ഉദ്ഘാടനം ചെയ്തു. അതിന്റെ ഭാഗമായി അവരുടെ കമ്മിറ്റി യോഗങ്ങൾ ചേർന്നിട്ടുണ്ട്. അവരുടെ ജനറൽ ബോഡി യോഗങ്ങൾ, അംഗങ്ങളുടെ യോഗങ്ങൾ പ്രത്യേകം ചേരുന്നത്. അതോടൊപ്പം തന്നെയാണ് തൊഴിലാളികളുടെ കുടുംബാംഗങ്ങളെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് ചടങ്ങിൽ MP ബാലകൃഷ്ണൻ അധ്യക്ഷനായി. CITU ജില്ലാ സെക്രട്ടറി PV കുഞ്ഞപ്പൻ മുഖ്യപ്രഭാഷണം നടത്തി. സജിത് സദാനന്ദൻ, ബിജു പിലാക്കൽ, K ഹരീഷ്, പവിത്രൻ എന്നിവർ പ്രസംഗിച്ചു. വടശ്ശേരി AKG സ്മാരക കലാവേദി അണിയിച്ചൊരുക്കിയ തെരുവ് നാടകം വരുമൊരു കാലം അരങ്ങേറി. ന്യൂസ് ബ്യൂറോ, പയ്യന്നൂർ. സമൂഹത്തിന്റെ ഗതിവിഗതികളുടെ നേർക്കാഴ്ചയുമായുള്ള വരുമൊരു കാലം എന്ന തെരുവ് നാടകം ശ്രദ്ധേയമാകുന്നു. KSRTE CITU പയ്യന്നൂർ യൂണിറ്റ് കുടുംബസംഗമത്തിന്റെ ഭാഗമായി GMUP സ്കൂളിൽ വടശ്ശേരി AKG സ്മാരക കലാവേദിയുടെ ആഭിമുഖ്യത്തിൽ നാടകം പ്രദർശിപ്പിച്ചു. നാടാകെ തെരഞ്ഞെടുപ്പ് ചൂടിലമരുമ്പോൾ കെട്ടകാലത്തിന്റെ നെറുകേടുകൾ തുറന്നു കാണിക്കാതെ തങ്ങൾക്ക് ഉറക്കമില്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് AKG സ്മാരക കലാവേദി പ്രവർത്തകർ വരുമൊരു കാലം എന്ന തെരുവു നാടകം അണിയിച്ചൊരുക്കിയത്. LDF സ്ഥാനാർത്ഥിയായ KP സതീഷ് ചന്ദ്രന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ഭാഗമായാണ് നാടകം തയ്യാറാക്കിയത്. 3/4 മണിക്കൂർ ദൈർഘ്യമുള്ള നാടകം സമകാലിക രാഷ്ട്രീയ വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്നുണ്ട്. ജാതി അതിർവരമ്പുകൾ ലംഘിച്ച് വിവാഹിതരായ ബിഫാത്തുവിനും കേശവനും 20 വർഷത്തിനു ശേഷം പുതിയ കാലത്ത് അനുഭവിക്കേണ്ടി വന്ന ജാതിമത വർഗീയ വേട്ടയാടലുകളോടെയാണ് നാടകം പുരോഗമിക്കുന്നത്. സുധീർ ബാബുട്ടനാണ് നാടകം സംവിധാനം ചെയ്തിരിക്കുന്നത്. ചാന്ദിനി, കാഞ്ചന, രാകേഷ്, സുധി, അഭിലാഷ് ചന്ദന, പ്രസന്ന, പ്രിയേഷ് തുടങ്ങി നിരവധി പേർ അഭിനയിക്കുന്നുണ്ട്.
ഒരു മതേതര ഇന്ത്യ എന്നുള്ള നമ്മുടെ ആ ഒരു മോഹം അല്ലെങ്കിൽ ലോകത്തിന് മുമ്പിൽ നമ്മൾ എടുത്തു കാണിക്കുന്ന ആ സങ്കല്പം ഇല്ലാതെ മാറുന്ന ഇവിടെ ശരിക്കും ഒരു ഏകാധിപത്യവും ഈ മതേതരമായി മാറുന്ന ഒരവസ്ഥയിൽ നിന്ന് ഇന്ത്യയെ മോചിപ്പിക്കണം എന്ന ആ ഇടതുപക്ഷ കാഴ്ചപ്പാടിനോടൊപ്പം നിൽക്കുന്ന ഇന്നത്തെ വർത്തമാനകാലത്തിൽ മത തീവ്രവാദികളുടെ അഴിഞ്ഞാട്ടം, അതുപോലെ തന്നെ നമ്മുടെ ഭരണാധികാരി നമ്മൾ രാജ്യം ഭരിക്കുന്നതിനും അപ്പുറത്തേക്ക് വിദേശ രാജ്യങ്ങളിലേക്ക് പര്യടനം നടത്തി അതിലൊരു പ്രത്യേക സുഖം കണ്ടെത്തുന്ന ആ അവസ്ഥയ്ക്കെതിരെയും പ്രതികരിക്കുക എന്നുള്ളത് തന്നെയാണ് ഞങ്ങൾ ലക്ഷ്യമിടുന്നത്. ന്യൂസ് ബ്യൂറോ, പയ്യന്നൂർ. ഓട്ടോ തൊഴിലാളി യൂണിയൻ CITU കാങ്കോൽ ഡിവിഷൻ കുടുംബസംഗമം EMS മന്ദിരത്തിൽ നടന്നു. സി കൃഷ്ണൻ MLA കുടുംബസംഗമം ഉദ്ഘാടനം ചെയ്തു. ഓട്ടോ തൊഴിലാളി യൂണിയൻ CITU കാങ്കോൽ ഡിവിഷൻ കുടുംബസംഗമത്തിന് മുന്നോടിയായി വിപ്ലവ ഗാനാലാപനം നടന്നു. EMS മന്ദിരത്തിൽ നടന്ന കുടുംബസംഗമം സി കൃഷ്ണൻ MLA ഉദ്ഘാടനം ചെയ്തു. കുടുംബാംഗങ്ങളെ കൂടി പങ്കെടുപ്പിച്ചുകൊണ്ട് അല്പസമയം എടുത്തുകൊണ്ട് ഇതിനെ കൂടിച്ചേരൽ സംഘടിപ്പിച്ചിട്ടുള്ള പല സ്ഥലങ്ങളിൽ നടന്നു വരുന്നു. രണ്ട് കാര്യമാണ് പ്രധാനമായിട്ടും ഉദ്ദേശിക്കുന്നത്. ഒന്ന്, ഈ കാലത്ത് തൊഴിലാളികൾ ഉൾപ്പെടെയുള്ളവർക്ക് ഇപ്പോൾ നടക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ അവർക്കുള്ള ഒരു ഉത്തരവാദിത്വം കടമ എങ്ങനെ നിർവഹിക്കാം എന്ന കാര്യം ചർച്ച ചെയ്യുക എന്നതാണ്. അതോടൊപ്പം തന്നെ ജോലി തിരക്കിനിടയിൽ PV പ്രഭാകരൻ അധ്യക്ഷത വഹിച്ചു. രവി ഏഴോം പ്രഭാഷണം നടത്തി. UV രാമചന്ദ്രൻ, MB ദാമോദരൻ, K രാജൻ, VV പത്മനാഭൻ, N അബ്ദുൽ ഗഫൂർ, KV ബാലകൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. LDF 14ാം ബൂത്ത് തിരഞ്ഞെടുപ്പ് പൊതുയോഗം കരിവെള്ളൂർ ചീറ്റ ഗാലക്സി ക്ലബ് പരിസരത്ത് നടന്നു. DYFI കണ്ണൂർ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം M അരുൺ ഉദ്ഘാടനം ചെയ്തു. തിരഞ്ഞെടുപ്പ് പൊതുയോഗത്തിന് മുന്നോടിയായി കൊഴുമൽ ബാങ്ക് പരിസരത്തു നിന്നും പ്രകടനം നടന്നു. DYFI കണ്ണൂർ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം M അരുൺ തിരഞ്ഞെടുപ്പ് പൊതുയോഗം ഉദ്ഘാടനം ചെയ്തു. ജനാധിപത്യത്തെക്കുറിച്ചുള്ള വേവലാതികൾ നമ്മുടെ മുന്നിലേക്ക് വീണ്ടും കടന്നു വന്നുകൊണ്ടിരിക്കുന്നു. എന്തുകൊണ്ടാണ് ജനാധിപത്യത്തിന്റെ ഭാഗമായി ഭരണകൂടം നിലനിൽക്കുമ്പോൾ ജനാധിപത്യം തകർക്കപ്പെടും എന്ന് പറയുന്ന ഒരു വേവലാതി മനുഷ്യർക്ക് ഉണ്ടാകാനുള്ള കാരണം എന്ന് പറയുന്നത്? അല്ലെങ്കിൽ തിരഞ്ഞെടുപ്പ് നടക്കുന്ന സന്ദർഭത്തിൽ പ്രതിപക്ഷ പാർട്ടിയുടെ നേതാക്കന്മാർ, പ്രതിപക്ഷ പാർട്ടിയുടെ ആളുകൾ അവരുടെ എന്തെങ്കിലും രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി മാത്രം ഉന്നയിക്കുന്ന മുദ്രാവാക്യമാണോ ജനാധിപത്യത്തിന്റെ തകർച്ച എന്ന് പറയുന്നത്? വൈക്കത്ത് നാരായണൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. K സന്തോഷ്, M രാഘവൻ, G ലിജിത്ത്, K രമേശൻ, KP ഭാസ്കരൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. പരിപാടിയോടനുബന്ധിച്ച് റാങ്ക് ജേതാവ് നന്ദനയ്ക്ക് മഹിളാ അസോസിയേഷൻ മാലാപ്പ് വെസ്റ്റ് യൂണിറ്റിന്റെ സ്നേഹോപഹാരം നൽകി. തുടർന്ന് പെരളം ദേശീയ കലാസമിതി അവതരിപ്പിച്ച കണാരേട്ടൻ കള്ളനാകുമ്പോൾ നാടകം അരങ്ങേറി. കുറഞ്ഞ വിലയിൽ കൂടുതൽ സംതൃപ്തി. സിറ്റി ബാഗ് നവീകരിച്ച പയ്യന്നൂർ സിറ്റി ബാഗിൽ സ്കൂൾ ബാഗ്, കോളേജ് ബാഗ്, ബാക്ക് പാക്ക്, വാട്ടർ ബോട്ടിൽ, റെയിൻകോട്ട്, കുടകൾ മുതലായവയും ഒരുക്കിയിരിക്കുന്നു. കൂടാതെ സ്കൂൾ പർച്ചേസ് ചെയ്യുന്ന കൂട്ടുകാർക്ക് സിറ്റി ബാഗ് നൽകുന്ന സമ്മാനങ്ങളും. സിറ്റി ബാഗിന്റെ നവീകരിച്ച ഷോറൂമിലേക്ക് ഏവർക്കും സ്വാഗതം. സിറ്റി ബാഗ്, റോയൽ സിറ്റി കോംപ്ലക്സ് നിയർ ഫെഡറൽ ബാങ്ക്, പയ്യന്നൂർ. മറ്റു വാർത്തകളിലേക്ക്. പുതിയങ്ങാടി ചൂട്ടാട് എക്സൈസ് സംഘത്തിന് നേരെ ആക്രമണം. 3 പേരെ റിമാൻഡ് ചെയ്തു. ആക്രമണം നടത്തിയ K റഫീഖ്, മുഹമ്മദ് ഷെരീഫ്, നിസാം K എന്നിവരെ പയ്യന്നൂർ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി റിമാൻഡ് ചെയ്തു. എക്സൈസ് കമ്മീഷണർ ഋഷിരാജ് സിംഗിന് ലഭിച്ച രഹസ്യവിവരത്തെ തുടർന്ന് ഇദ്ദേഹത്തിന്റെ നിർദ്ദേശപ്രകാരം ചൂട്ടാട് ബീച്ചിന് സമീപത്തെ K റഫീഖ് താമസിക്കുന്ന വാടക ക്വാർട്ടേഴ്സിൽ മയക്കുമരുന്നിനായി നടത്തിയ പരിശോധനയ്ക്കിടെയാണ് പാപ്പനശ്ശേരി എക്സൈസ് റേഞ്ചിലെ വനിതാ സിവിൽ എക്സൈസ് ഓഫീസർമാരായ MV സുനന്ദ, VK ഷൈന എന്നിവർക്ക് നേരെ ആക്രമണമുണ്ടായത്. കഴിഞ്ഞ ദിവസം വൈകിട്ട് 6 മണിയോടെയായിരുന്നു സംഭവം.
കൈക്കും മുഖത്തും പരിക്കേറ്റ സിവിൽ ഓഫീസർമാരെ പഴയങ്ങാടി താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. റഫീഖ് താമസിക്കുന്ന വാടക ക്വാർട്ടേഴ്സ് കേന്ദ്രീകരിച്ച് മയക്കുമരുന്ന് വിൽപ്പന നടക്കുന്നുണ്ടെന്ന് രഹസ്യവിവരം ലഭിച്ചതിനെ തുടർന്ന് പരിശോധനയ്ക്കെത്തിയ വനിതകൾ അടക്കമുള്ള എക്സൈസ് ഉദ്യോഗസ്ഥരെ സ്ത്രീകളടക്കമുള്ളവർ ചേർന്ന് മർദ്ദിക്കുകയായിരുന്നുവെന്ന് പരിശോധനയ്ക്ക് നേതൃത്വം നൽകിയ പാപ്പിനിശ്ശേരി എക്സൈസ് റേഞ്ച് സബ് ഇൻസ്പെക്ടർ എ ഹേമന്ത് കുമാർ പറഞ്ഞു. അസിസ്റ്റന്റ് ഇൻസ്പെക്ടർ എം സുധാകരൻ, എം രാജീവൻ, വി ഗോവിന്ദൻ, കെ സന്ദീപ്, വി നിഷാദ്, എം വി സുജിത എന്നിവരുടെ നേതൃത്വത്തിലാണ് പരിശോധനയ്ക്കെത്തിയത്. റഫീഖും വീട്ടുകാരും ചേർന്ന് പരിശോധന തടസ്സപ്പെടുത്തിയതിനെ തുടർന്ന് എക്സൈസ് സംഘം പഴയങ്ങാടി പോലീസിന്റെ സഹായം തേടുകയായിരുന്നു. പിന്നീടെത്തിയ പഴയങ്ങാടി പോലീസ് സർക്കിൾ ഇൻസ്പെക്ടർ എം എ മാത്യൂസിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം 3 പേരെയും അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കുകയായിരുന്നു. റഫീഖ്, മുഹമ്മദ് ഷെരീഫ്, നിസാം കെ എന്നിവരെ കോടതി റിമാൻഡ് ചെയ്തു. ന്യൂസ് ബ്യൂറോ, പഴയങ്ങാടി. ചൂട് വർദ്ധിക്കും. വരും ദിവസങ്ങളിൽ സംസ്ഥാനത്ത് അതീവ ജാഗ്രതാ നിർദ്ദേശം. ഏപ്രിൽ 12, 13 തീയതികളിൽ ഉയർന്ന താപനില ശരാശരിയിൽ നിന്നും 2 മുതൽ 4 ഡിഗ്രി വരെ ഉയരുവാൻ സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പുറത്തുവിട്ട കാലാവസ്ഥാ വിശകലനത്തിൽ വ്യക്തമാക്കുന്നു. അടുത്ത ദിവസങ്ങളിൽ കേരളത്തിൽ ചൂട് വർദ്ധിക്കുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം. ഏപ്രിൽ 12 മുതൽ 14 വരെയുള്ള ദിവസങ്ങളിൽ സംസ്ഥാന വ്യാപകമായി ചൂട് വർദ്ധിക്കുമെന്നാണ് മുന്നറിയിപ്പ്. ഈ ദിവസങ്ങളിൽ നേരിട്ട് വെയിലേൽക്കുന്നത് പകൽ 11 മണി മുതൽ 3 മണി വരെ പൂർണ്ണമായും ഒഴിവാക്കണമെന്നും മുന്നറിയിപ്പിൽ പറയുന്നു. ഏപ്രിൽ 12, 13 തീയതികളിൽ തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, പാലക്കാട് എന്നീ ജില്ലകളിൽ ഉയർന്ന താപനില ശരാശരിയിൽ നിന്നും 2 മുതൽ 4 ഡിഗ്രി വരെ ഉയരുവാൻ സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പുറത്തുവിട്ട കാലാവസ്ഥാ വിശകലനത്തിൽ വ്യക്തമാക്കുന്നു. ഈ ദിവസങ്ങളിൽ കോട്ടയം, പത്തനംതിട്ട, ഇടുക്കി, എറണാകുളം, തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് എന്നീ ജില്ലകളിൽ ഉയർന്ന താപനില ശരാശരിയിൽ നിന്നും 2 മുതൽ 3 ഡിഗ്രി വരെ ഉയരുവാനും സാധ്യതയുണ്ട്. തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിൽ ഏർപ്പെടുന്ന പൊതുപ്രവർത്തകർ, മാധ്യമപ്രവർത്തകർ, പുറം തൊഴിലിൽ ഏർപ്പെടുന്ന തൊഴിലാളികൾ, കർഷക തൊഴിലാളികൾ, പോലീസുകാർ, ഓൺലൈൻ ഭക്ഷണ വിതരണം നടത്തുന്നവർ, വഴിയോര കച്ചവടക്കാർ തുടങ്ങി നേരിട്ട് സൂര്യപ്രകാശം ഏൽക്കാൻ സാധ്യതയുള്ള വിഭാഗക്കാർ പ്രത്യേകം ശ്രദ്ധ ചെലുത്തണമെന്നും മുന്നറിയിപ്പിൽ പറയുന്നു. സൂര്യാഘാതം ഒഴിവാക്കാനായി പൊതുജനങ്ങൾക്കായി വിപുലമായ നിർദ്ദേശവും മുന്നറിയിപ്പിൽ പറയുന്നുണ്ട്. പൊതുജനങ്ങൾ പകൽ 11 മണി മുതൽ 3 മണി വരെയെങ്കിലും നേരിട്ട് സൂര്യപ്രകാശം ഏൽക്കുന്നത് ഒഴിവാക്കണം. നിർജ്ജലീകരണം തടയാൻ കുടിവെള്ളം എപ്പോഴും ഒരു ചെറിയ കുപ്പിയിൽ കയ്യിൽ കരുതുക. തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന സാമൂഹിക പ്രവർത്തകർ ഈ തെരഞ്ഞെടുപ്പ് സന്ദേശത്തിന് സവിശേഷ ശ്രദ്ധ നൽകുക. രോഗങ്ങൾ ഉള്ളവർ പകൽ 11 മണി മുതൽ 3 മണി വരെയെങ്കിലും സൂര്യപ്രകാശം ഏൽക്കുന്നത് ഒഴിവാക്കുക. പരമാവധി ശുദ്ധജലം കുടിക്കുക. മദ്യം, കാപ്പി, ചായ എന്നീ പാനീയങ്ങൾ പകൽ സമയത്ത് ഒഴിവാക്കുക. അയഞ്ഞ ഇളം നിറത്തിലുള്ള പരുത്തി വസ്ത്രങ്ങൾ ധരിക്കുക. അവധിക്കാലത്ത് വിനോദയാത്ര നടത്തുന്നവർ നേരിട്ട് തീവ്രമായ ചൂട് ഏൽക്കാത്ത തരത്തിലുള്ള സമയക്രമീകരണം ഏർപ്പെടുത്തുക. അവധിക്കാലമായതിനാൽ വിനോദങ്ങളിൽ ഏർപ്പെടുന്ന കുട്ടികളുടെ കാര്യത്തിൽ രക്ഷിതാക്കൾ പ്രത്യേക ശ്രദ്ധ പുലർത്തുക. കുട്ടികൾക്കുള്ള കളിസ്ഥലങ്ങളിൽ തണലും ജലലഭ്യതയും ഉറപ്പുവരുത്തുക. കുട്ടികളെ അവധി പ്രമാണിച്ച് വിനോദസഞ്ചാരത്തിന് കൊണ്ടുപോകുന്ന സ്കൂളുകളിൽ പകൽ 11 മണി മുതൽ 3 മണി വരെ കുട്ടികൾക്ക് നേരിട്ട് ചൂട് ഏൽക്കുന്നില്ല എന്ന് ഉറപ്പുവരുത്തുക. അതീവ ജാഗ്രതാ മുന്നറിയിപ്പ് നൽകുന്ന ദിവസങ്ങളിൽ സ്കൂൾ, കോളേജ് വിദ്യാർത്ഥികളുടെ അവധിക്കാല ക്ലാസുകൾ ഒഴിവാക്കുക. അംഗനവാടി കുട്ടികൾക്ക് ചൂട് ഏൽക്കാത്ത തരത്തിലുള്ള സംവിധാനം നടപ്പാക്കാൻ അതാത് പഞ്ചായത്ത് അധികൃതരും അംഗനവാടി ജീവനക്കാരും പ്രത്യേകം ശ്രദ്ധിക്കുക. പ്രായമായവർ, ഗർഭിണികൾ, കുട്ടികൾ, മറ്റു രോഗങ്ങൾ മൂലമുള്ള അവശതകൾ അനുഭവിക്കുന്നവർ തുടങ്ങിയ വിഭാഗങ്ങൾ പകൽ 11 മണി മുതൽ 3 മണി വരെ നേരിട്ട് സൂര്യപ്രകാശം ഏൽക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇത്തരം വിഭാഗങ്ങൾക്ക് എളുപ്പത്തിൽ സൂര്യാഘാതം ഏൽക്കുവാനുള്ള സാധ്യതയുള്ളതിനാൽ ഇവരുടെ കാര്യത്തിൽ പ്രത്യേക ശ്രദ്ധ പുലർത്തേണ്ടതാണെന്നും മുന്നറിയിപ്പിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. വേനൽക്കാലത്ത് താപനില ക്രമാതീതമായി ഉയരുന്നതിനാൽ തൊഴിലാളികൾക്ക് സൂര്യാഘാതം ഏൽക്കാനുള്ള സാധ്യത മുൻനിർത്തി സൂര്യപ്രകാശം നേരിട്ട് ഏൽക്കേണ്ടി വരുന്ന തൊഴിൽ സമയം പുനഃക്രമീകരിച്ച് ലേബർ കമ്മീഷണർ ഉത്തരവിട്ടിട്ടുണ്ട്. തൊഴിൽദാതാക്കൾ ഈ നിർദ്ദേശം പാലിക്കണമെന്നും മുന്നറിയിപ്പിൽ പറയുന്നു. ഇരുചക്ര വാഹനങ്ങളിൽ ഓൺലൈൻ ഭക്ഷണ വിതരണം നടത്തുന്നവർ ഉച്ചസമയത്ത് സുരക്ഷിതരാണെന്ന് അതാത് സ്ഥാപനങ്ങൾ ഉറപ്പുവരുത്തേണ്ടതാണ്. അവർക്ക് ചൂട് ഏൽക്കാതിരിക്കാൻ ഉതകുന്ന രീതിയിലുള്ള വസ്ത്രധാരണം നടത്താൻ നിർദ്ദേശം നൽകുകയും ആവശ്യമെങ്കിൽ യാത്രയ്ക്കിടയിൽ വിശ്രമിക്കാനുള്ള അനുവാദം നൽകുകയും ചെയ്യണം. മാധ്യമപ്രവർത്തകരും പോലീസ് ഉദ്യോഗസ്ഥരും പകൽ സമയത്ത് 11 മണി മുതൽ 3 മണി വരെയുള്ള സമയത്ത് കുടകൾ ഉപയോഗിക്കുകയും നേരിട്ട് വെയിൽ ഏൽക്കാതിരിക്കാൻ ശ്രദ്ധിക്കുകയും ചെയ്യുക. ജോലിയിൽ ഏർപ്പെട്ടിരിക്കുന്ന പോലീസുകാർക്ക് സുമനസ്കർ വെള്ളം നൽകി നിർജ്ജലീകരണം തടയുവാൻ സഹായിക്കണമെന്നും മുന്നറിയിപ്പിൽ വ്യക്തമാക്കുന്നു. ന്യൂസ് ഡെസ്ക്, നെറ്റ്വർക്ക് ന്യൂസ്. കുടിവെള്ള പദ്ധതിയുടെ നിർമ്മാണ പ്രവൃത്തി സ്വകാര്യ വ്യക്തി തടസ്സപ്പെടുത്തുന്നതായി പരാതി. ചെറുതാഴം അരിമ്പാക്കത്ത് പഞ്ചായത്ത് അനുവദിച്ച കുടിവെള്ള പദ്ധതിയുടെ നിർമ്മാണം തടസ്സപ്പെടുത്തുന്നതിനെ തുടർന്നാണ് പ്രദേശവാസികൾ പ്രതിഷേധമായി രംഗത്തെത്തിയത്. കുടിവെള്ളക്ഷാമം രൂക്ഷമായതിനെ തുടർന്ന് 2000-ലാണ് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ കുടിവെള്ള വിതരണത്തിനായുള്ള പദ്ധതി ആരംഭിച്ചത്. അന്ന് 25ഓളം കുടുംബങ്ങളാണ് ഈ പദ്ധതിയിൽ നിന്നും വെള്ളമെടുത്തിരുന്നത്. എന്നാൽ ഇന്ന് ഈ പ്രദേശത്ത് 100ഓളം കുടുംബങ്ങളാണ് താമസിക്കുന്നത്. കുടിവെള്ളക്ഷാമം രൂക്ഷമായതോടെ ഈ കുടുംബങ്ങൾക്ക് ആവശ്യത്തിനായി വെള്ളം കിട്ടാതായതോടെയാണ് പ്രദേശവാസികൾ പഞ്ചായത്തിലും ജില്ലാ പഞ്ചായത്തിലും പ്രശ്നമുന്നയിച്ചത്. തുടർന്ന് MLA TV രാജേഷിന്റെ ഇടപെടലിന്റെ ഫലമായി
5000 ലിറ്റർ സംഭരണശേഷിയുള്ള നിലവിലെ കുടിവെള്ള ടാങ്ക് മാറ്റി 10000 ലിറ്റർ ശേഷിയുള്ള കുടിവെള്ള ടാങ്ക് നിർമ്മിക്കുന്നതിനായി 15 ലക്ഷം രൂപ അനുവദിക്കുകയും ചെയ്തു. തുടർന്ന് ഇതിനായുള്ള നിർമ്മാണ പ്രവൃത്തി നടത്തിവരുന്നതിനിടെയാണ് കുടിവെള്ളത്തിന്റെ ഉപഭോക്താവായ വ്യക്തി പദ്ധതിയുടെ നിർമ്മാണ പ്രവൃത്തിക്ക് തടസ്സമായി മാറിയത്. ഇതേ തുടർന്ന് വെള്ളിയാഴ്ച പ്രദേശവാസികളൊന്നടക്കം പ്രതിഷേധവുമായി രംഗത്തെത്തുകയും ചെയ്തു. പദ്ധതിയുടെ നിർമ്മാണ പ്രവൃത്തിക്കായി എത്തിയ തൊഴിലാളികളെയും കരാറുകാരനെയും ഇയാൾ ഭീഷണിപ്പെടുത്തി പറഞ്ഞയക്കുകയും ചെയ്തിരുന്നുവെന്നും കുടിവെള്ള ടാങ്ക് നിർമ്മിക്കുന്ന സ്ഥലത്തേക്കുള്ള റോഡ് വാഹനം ഉപയോഗിച്ച് തടഞ്ഞുവെച്ചതായും പരാതി ഉയർന്നു. ഈ ചെറുതായം ഗ്രാമപഞ്ചായത്തിൻ്റെ അധീനതയിൽപ്പെട്ട ഒരു കുടിവെള്ളമാണ് ഈ കാണുന്നത്. നിങ്ങൾക്ക് അതായത് ഇത്രയും ജനങ്ങളുടെ ഉപഭോക്താക്കളാണ്. അപ്പോൾ 10-55 വീട്ടുകാർ ഈ വെള്ളം കുടിച്ച് ജീവിക്കേണ്ടവരാണ്. അപ്പോൾ എന്നിരുന്നാലും നാട്ടുകാരുടെ ഒരു എല്ലാവരും ഒരു കൂട്ടായ്മ പ്രകാരം നമ്മൾ 1 സെൻറ്റ് സ്ഥലം 50,000 രൂപ കൊടുത്ത് വാങ്ങിച്ചു. കമ്പിയമ്പളപ്പിൽ മാധവിയമ്മ എന്നവരുടെ ഒരു ഇതായതുകൊണ്ട് അവർ നമ്മൾ തന്നു ഒരു കുടിവെള്ളത്തിന് വേണ്ടിയിട്ട്. അപ്പോൾ പഞ്ചായത്തിൻ്റെ ഒരു ഫണ്ട് ഇതിന് മുടക്കാൻ വേണ്ടി പഞ്ചായത്തിൻ്റെ അനധികൃതം നമുക്ക് ചെയ്തു തന്നു. 15 ലക്ഷം രൂപ പാസ്സായിട്ടുണ്ട്. എന്നിരുന്നാലും ചെറുതായി തന്നെ ജീവിച്ചു വരുന്ന ഏക വ്യക്തി പോള ഗംഗാധരൻ എന്ന് വിളിക്കുന്ന കരിയിൽ ഗംഗാധരൻ നമുക്ക് കംപ്ലീറ്റ് തടസ്സപ്പെട്ട് നിൽക്കുകയാണ് ഇപ്പോൾ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും ഇപ്പോൾ കുടിവെള്ളത്തിന് വേണ്ടി ഇന്ന് വൈകുന്നേരത്തേക്ക് ശരിക്കും പറഞ്ഞാൽ കുടിവെള്ളം പോലും ഇല്ലാത്ത ഒരവസ്ഥ വന്നിരിക്കുകയാണ്. ഈ ജനങ്ങളൊന്നും ഇതൊന്നും അല്ല ജനങ്ങൾ. വൈകുന്നേരം ആകുമ്പോഴേക്ക് ഒരു ആവാരബന്ധം ജനങ്ങൾ നമുക്ക് കാണാൻ പറ്റും. പോലീസ് സ്റ്റേഷനോ പഞ്ചായത്തോ പിക്കറ്റിംഗ് ചെയ്യാൻ വേണ്ടിയില്ല ശ്രമം നടത്തുന്നത്. പഞ്ചായത്ത് ഉദ്യോഗസ്ഥന്മാർ നമുക്ക് അനുകൂലമായതുകൊണ്ട് അവരോട് നമുക്കൊന്നും പറയാനുമില്ല. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ജനശ്രദ്ധയിൽ അറിയിക്കാനുള്ളത്. ഇത്തരത്തിൽ ജനങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന പദ്ധതികൾക്ക് തടസ്സമായി തീരുന്ന പ്രശ്നം പരിഹരിക്കണമെന്നാണ് ഇവരുടെ ആവശ്യം. ന്യൂസ് ബ്യൂറോ, പിലാത്തറ. പഴയങ്ങാടി പാലം ബലപ്പെടുത്തുന്ന പ്രവൃത്തിക്ക് തുടക്കമായി. 3,30 ലക്ഷം രൂപ ചെലവിലാണ് പ്രവൃത്തി നടത്തുന്നത്. 6 മാസം കൊണ്ട് പ്രവൃത്തി പൂർത്തിയാകുമെന്ന് ബന്ധപ്പെട്ടവർ അറിയിച്ചു. കാത്തിരിപ്പിനൊടുവിൽ പഴയങ്ങാടി പാലം ബലപ്പെടുത്തുന്ന പ്രവൃത്തിക്ക് തുടക്കമായി. പഴയങ്ങാടി പാലത്തിന്റെ ബലക്ഷയം ജനങ്ങളിൽ ഏറെ ആശങ്ക ഉയർത്തിയിരുന്നു. 5 പതിറ്റാണ്ട് മുൻപ് നിർമ്മിച്ച പാലത്തിന് കാലപ്പഴക്കത്താൽ ബലക്ഷയം സംഭവിച്ചിരുന്നു. പാലത്തിന്റെ തൂണുകളുടെ കോൺക്രീറ്റ് ഇളകി കമ്പികൾ ദ്രവിച്ച നിലയിലായിരുന്നു. മാധ്യമങ്ങളിൽ നിരന്തരം വാർത്ത വന്നതിനെ തുടർന്ന് സ്ഥലം MLA ഇടപെട്ടാണ് ഇതിനായി പദ്ധതി ആസൂത്രണം ചെയ്തത്. പാലത്തിന്റെ പ്രവൃത്തി കഴിഞ്ഞ ദിവസം ആരംഭിച്ചു. 3,30 ലക്ഷം രൂപ ഏകദേശ ചിലവ് കണക്കാക്കുന്നു. പാലം മുഴുവനായി ബലപ്പെടുത്തുന്ന പ്രവൃത്തിയാണ് നടക്കുന്നത്. സ്പാനുകളുടെ ബലക്ഷയം പരിശോധിക്കും. ഇപ്പോൾ ഗതാഗത നിരോധനം ആവശ്യമില്ല. 2 മാസത്തിനു ശേഷം പാലത്തിൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തേണ്ടിവരുമെന്ന് ഇവർ പറഞ്ഞു. 6 മാസം കൊണ്ട് പാലത്തിന്റെ പ്രവൃത്തി പൂർത്തിയാകും. KSTP റോഡ് യാഥാർത്ഥ്യമായതോടുകൂടി 100 കണക്കിന് വാഹനങ്ങളാണ് ഇതുവഴി കടന്നു പോകുന്നത്. പഴയങ്ങാടി പാലം അപകടാവസ്ഥയിലായത് ജനങ്ങളിൽ ഏറെ ആശങ്ക ഉയർത്തിയിരുന്നു. സമയബന്ധിതമായി പ്രവൃത്തി പൂർത്തിയാകുമെന്ന പ്രതീക്ഷയാണ് നാട്ടുകാർക്ക്. കല്ലൂർ കൊച്ചി പാലത്തിന്റെ ബലപ്പെടുത്തൽ വർക്കിലാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. 2 ദിവസമായി വർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ട് സ്കഫോൾഡിംഗ് ആൻഡ് ബാക്കിയുള്ള കാര്യങ്ങൾ നടക്കും. നേരത്തെ വളപട്ടണം മാഹി പാലങ്ങളുടെ പ്രവൃത്തി നടത്തിയ പത്മജ ഗ്രൂപ്പ് തന്നെയാണ് പഴയങ്ങാടി പാലത്തിന്റെയും പ്രവൃത്തി നടത്തുന്നത്. ന്യൂസ് ബ്യൂറോ, പഴയങ്ങാടി. വിഷുവിനെ വരവേൽക്കാൻ കണിവെള്ളരി കൃഷി ചെയ്ത് 100 മേനി വിളയിച്ചിരിക്കുകയാണ് പലേരി വേണുഗോപാൽ എന്ന കർഷകൻ. പെരിങ്ങോം KP നഗറിൽ 40 സെന്റ് സ്ഥലത്താണ് ഇദ്ദേഹം വെള്ളരിയും മത്തനും വിളയിച്ചെടുത്തത്. വിഷുക്കണിയൊരുക്കാൻ വേണ്ട വിഭവങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്നാണ് വെള്ളരിക്ക. അതുകൊണ്ട് തന്നെ കണിവെള്ളരിയെന്നും പറയും. വേണുഗോപാലിന്റെ കൃഷിയിടം ദൂരെ നിന്ന് നോക്കിയാൽ ഒന്നും കാണാനില്ല. പക്ഷേ അടുത്തെത്തുമ്പോഴാണ് വിളഞ്ഞു നിൽക്കുന്ന മത്തനും വെള്ളരിയും കാണാൻ സാധിക്കുക. പച്ചപ്പടർപ്പുകൾക്കിടയിൽ മഞ്ഞപ്പുള്ളി കുത്തിയ വെള്ളരിയും മത്തനും വിളഞ്ഞു കിടക്കുന്നത് കണ്ടാൽ കാർഷിക സംസ്കൃതിയെക്കുറിച്ച് അല്പമെങ്കിലും ഗ്രാഹ്യമുള്ളവർക്ക് കുളിരുകോരും. വർഷങ്ങളായി പച്ചക്കറി കൃഷിയും വാഴകൃഷിയും ചെയ്തു വരുന്ന വേണുവിന് വെള്ളരി കൃഷി ആദ്യാനുഭവമാണ്. പാവലും പയറുമൊക്കെ നട്ടുണ്ടാക്കിയിട്ടുണ്ടെങ്കിലും ഇതാദ്യം. എങ്കിലും തന്റെ അധ്വാനത്തിന്റെ ഫലം എന്തായാലും ലഭിക്കാതിരിക്കില്ല എന്ന ഉറച്ച ആത്മവിശ്വാസത്തിലാണ് ഇദ്ദേഹം കൃഷി ആരംഭിച്ചത്. പ്രതീക്ഷിച്ചതുപോലെ തന്നെ വിളഞ്ഞത് പൊന്നു തന്നെ. 50 കിൻഡലോളം വെള്ളരിക്ക ലഭിച്ചു. ഇന്നിപ്പോൾ ഞാൻ ഒരു 1.5 ഏക്കർ സ്ഥലത്ത് വെള്ളരിയും മത്തനുമാണ് കൃഷി ചെയ്തിരിക്കുന്നത്. ഞാൻ കാസർഗോഡ് ജില്ലയിലെ ഏറ്റവും മികച്ച 2017-18 വർഷത്തെ ഏറ്റവും മികച്ച കർഷകനുള്ള അവാർഡ് വാങ്ങിയ വേണുഗോപാലൻ പലേരി എന്ന ആളാണ്. ഞാൻ 10-25 വർഷമായി പച്ചക്കറി കൃഷിയും നേന്ത്രവാഴ കൃഷിയുമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഇവിടെ ഈ മഴക്കാലത്ത് കൃഷി ചെയ്യാനായി 5 ഏക്കർ സ്ഥലം ഞാൻ ഒരുക്കി ഇട്ടിട്ടുണ്ട്. ഇപ്പോഴത്തെ വെള്ളരി കൃഷി നല്ല വളമാണ് എനിക്ക് കിട്ടിയത്. ഏകദേശം ഒരു 40 കിൻഡലോളം വെള്ളരി ഞാൻ പറിച്ച് കൊടുത്തു. അതുപോലെ മത്തനും മോശമല്ലാത്ത വിളവ് ലഭിച്ചിട്ടുണ്ട്. വിപണിയിൽ വിലക്കുറവ് ഒരു വലിയ പ്രശ്നമാണ്. എന്നിരുന്നാലും നല്ല വിളവ് കിട്ടിയോണ്ട് ഒരാശ്വാസമായി എന്ന് വിചാരിക്കുന്നു. അതുപോലെ മത്തന്റെ വിളവും മോശമല്ല. വിഷുവിന്റെ സീസണിൽ പറിച്ചാൽ നല്ല വില കിട്ടുമെന്ന വേണുവിന്റെ പ്രതീക്ഷയ്ക്ക് മങ്ങലേൽപ്പിച്ചുകൊണ്ട് വെള്ളരിക്ക് വില വളരെ കുറഞ്ഞുപോയി.
ഇപ്പോൾ കിലോയ്ക്ക് 10 രൂപയാണ് കിട്ടുന്നത്. മത്തന് 14. എങ്കിലും കൃഷിക്ക് പണി കുറവായതിനാൽ നഷ്ടം വരാതെ രക്ഷപ്പെടുമെന്നാണ് ഈ കർഷകൻ പറയുന്നത്. വിഷുവിനെ വരവേൽക്കാൻ കണിവെള്ളരി കൃഷി ചെയ്ത് 100 മേനി വിളയിച്ച പലേരി വേണുഗോപാലൻ്റെ വെള്ളരിത്തോട്ടത്തിൽ നിന്നും ക്യാമറാമാൻ വിഷ്ണു മനോജിനൊപ്പം മനോജ് ചെറുപുഴ, നെറ്റ്വർക്ക് ന്യൂസ്. നെറ്റ്വർക്ക് വാർത്താ ഫലം കണ്ടു. എരമംകുറ്റൂർ ഗ്രാമപഞ്ചായത്തിലെ വെള്ളോറയിലെ കോരൻകുളം ശുചീകരിക്കാൻ തുടങ്ങി. പഞ്ചായത്തിലെ തൊഴിലുറപ്പ് തൊഴിലാളികളാണ് കുളം നവീകരണ പ്രവൃത്തി ഏറ്റെടുത്തിരിക്കുന്നത്. കടുത്ത വേനലിൽ പോലും നീരുറവിയുള്ള കോരൻകുളത്തെക്കുറിച്ച് കുടിനീരു തേടിയെന്ന നെറ്റ്വർക്ക് വാർത്താ പരമ്പരയിൽ സൂചിപ്പിച്ചതിനെ തുടർന്നാണ് കുളം ശുചീകരിക്കാൻ നടപടിയായത്. 500 തൊഴിൽ ദിനത്തിലൂടെ 1,44,215 രൂപ വകയിരുത്തിയാണ് നവീകരണം ആരംഭിച്ചത്. കുളത്തിലെ ചെളി കോരി വൃത്തിയാക്കി സംരക്ഷണ ഭിത്തി കെട്ടി സംരക്ഷിക്കാനാണ് പഞ്ചായത്തിന്റെ തീരുമാനം. രൂക്ഷമായ ജലക്ഷാമം നേരിടുന്ന വെള്ളോറയിലെ ജനങ്ങൾക്ക് ഏറെ ആശ്വാസമാകും പഞ്ചായത്തിന്റെ പുതിയ നടപടി. ന്യൂസ് ബ്യൂറോ, പിലാത്തറ. മാത്തിൽ വടവന്തൂർ പാടശേഖരം വൻതോതിൽ മണ്ണിട്ടു നികത്തുന്നു. വിവരമറിഞ്ഞ് അധികൃതർ സ്ഥലത്തെത്തി മണ്ണിടൽ നിർത്തിവെപ്പിച്ചു. നാട് ചുട്ടുപൊള്ളുകയാണ്. മഴമേഘങ്ങൾ ആകാശത്ത് കാണാനേയില്ല. ജലാശയങ്ങളിലെ വെള്ളമൊക്കെ എന്നേ വറ്റിക്കഴിഞ്ഞു. കാലാവസ്ഥ പാടെ മാറി. കുന്നിടിക്കലിന്റെയും വയൽ നികത്തലിന്റെയും തിക്തഫലങ്ങൾ നാം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. എന്നിട്ടും നാമൊന്നും പഠിക്കുന്നതേയില്ല. എങ്ങനെയും പണം സമ്പാദിക്കണം എന്ന ചിന്തയേയുള്ളൂ പലർക്കുമെന്ന് വടവന്തൂർ പാടശേഖരത്തെ ഈ കാഴ്ച കണ്ടാൽ മനസ്സിലാകും. പാടത്ത് നല്ല ഉയരത്തിൽ തന്നെ മണ്ണിട്ട് നികത്തിയിരിക്കുന്നു. പാടം കുഴിച്ചു തന്നെയാണ് മണ്ണെടുത്തിരിക്കുന്നത്. 2 പ്രവൃത്തികളും പരിസ്ഥിതിക്ക് ആഘാതമുണ്ടാക്കുന്നതാണെന്ന് ഏത് ചെറിയ കുട്ടികൾക്കും അറിയാം. എന്നിട്ടും ഇത് ആവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നു. രാജൻ പെരിങ്ങേത്ത് എന്ന വ്യക്തിയാണ് ഇത്തരത്തിൽ പ്രകൃതിധ്വംസനം നടത്തിയതെന്ന് സ്ഥലം സന്ദർശിച്ചവർ പറയുന്നു. ഒരു 50 സെന്റോളം വയലിലാണ് ഇവിടെ അനധികൃതമായിട്ടുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നു വരികയാണ്. അതായത് വയലിൽ നിന്നും മണ്ണെടുത്ത് അതിൻ്റെ വശത്തുള്ള വയൽ കൂടി കരഭൂമിയാക്കാനുള്ള പ്രവർത്തനങ്ങളാണ് ഇവിടെ നടക്കുന്നത്. അതായത് കവുങ്ങ് പിടിപ്പിച്ച് അതിനെ ക്രമേണ പരിവർത്തനപ്പെടുത്താനുള്ള ശ്രമങ്ങളാണ് നടക്കുന്നത്. ഇത് പഞ്ചായത്തിൻ്റെയും കൃഷിഭവൻ്റെയും വില്ലേജ് ഓഫീസിലെയും അധികൃതർ ഇവിടെ സ്റ്റോപ്പ് മെമ്മോ കൊടുത്തുകൊണ്ട് ഇത് തടയുന്നതാണ്. വയൽ പൂർവ്വസ്ഥിതിയിലാക്കണം എന്നുള്ള കാര്യം കൂടി നമ്മൾ ഉൾപ്പെടുത്തുന്നതായിരിക്കും. അത് RDO ആണ് അതിനുള്ള ഉത്തരവ് പുറപ്പെടുവിക്കേണ്ടത്. RDOയുടെ ഉത്തരവ് കിട്ടിയാൽ ഉടനെ ഈ പ്രസ്തുത വ്യക്തി അത് പൂർവ്വസ്ഥിതിയിലാക്കേണ്ടതാണ്. കൃഷി ഓഫീസർ ജസ്ന KP, വില്ലേജ് അസിസ്റ്റന്റ് വിനോദ്, KSKTU പെരിങ്ങോം ഏരിയ വൈസ് പ്രസിഡന്റ് CV രവീന്ദ്രൻ, P കുഞ്ഞിരാമൻ തുടങ്ങിയവർ സ്ഥലം സന്ദർശിച്ചു. സ്ഥല ഉടമയ്ക്ക് സ്റ്റോപ്പ് മെമ്മോ നൽകിയിട്ടുണ്ട്. നെൽവയൽ പൂർവ്വസ്ഥിതിയിലാക്കാൻ വേണ്ട നടപടികൾ സ്വീകരിക്കുമെന്നും കൃഷി ഓഫീസർ ജസ്ന പറഞ്ഞു. അതുപോലെ തന്നെ ഗെയിൽ കടന്നു പോകുന്ന വഴിയുടെ മറവിൽ പലരും സമീപത്തെ വയലുകൾ മണ്ണിട്ട് നികത്തുന്ന കാഴ്ചയും കാണാം. ന്യൂസ് ബ്യൂറോ, കരിവെള്ളൂർ. കേരള കോൺഗ്രസ് ചെയർമാനും മുൻ മന്ത്രിയുമായിരുന്ന KM മാണിയുടെ നിര്യാണത്തിൽ അനുശോചിച്ച് പുളിങ്ങോത്ത് മൗനജാഥയും സർവകക്ഷി അനുശോചന യോഗവും നടന്നു. മൗനജാഥ പുളിങ്ങോം മകാം പരിസരത്തു നിന്നും ആരംഭിച്ച് ബസ് സ്റ്റാൻഡ് ചുറ്റി ബസാറിൽ സമാപിച്ചു. കേരള കോൺഗ്രസ് ചെയർമാനും മുൻ മന്ത്രിയുമായിരുന്ന KM മാണിയുടെ നിര്യാണത്തിൽ അനുശോചിച്ച് പുളിങ്ങോത്ത് മൗനജാഥയും സർവകക്ഷി അനുശോചന യോഗവും നടന്നു. മൗനജാഥ പുളിങ്ങോം മഖാം പരിസരത്തു നിന്നും ആരംഭിച്ച് ബസ് സ്റ്റാൻഡ് ചുറ്റി ബസാറിൽ സമാപിച്ചു. അന്നൊക്കെ മാണി സാറിനെ കാണാൻ തലേ ദിവസം തന്നെ ഇവിടുന്ന് പോയി രാവിലെ അദ്ദേഹത്തിന്റെ റൂമിന്റെ സമീപത്തൊന്നും എത്താൻ പോലും സാധിക്കാറില്ല. അത്രയേറെ തിരക്കുള്ള ആ സാഹചര്യത്തിൽ അദ്ദേഹം ഇടയ്ക്ക് വാതിൽ തുറന്നൊന്ന് പുറത്തേക്ക് നോക്കി വന്നിരിക്കുന്ന ആൾക്കാരെ മുഴുവൻ നോക്കുന്നതിനിടയ്ക്ക് കണ്ണൂരിൽ നിന്നും വന്ന ഞങ്ങൾ ആരെയെങ്കിലും ജോയ്സ് പുത്തമ്പരെയോ ആരെയെങ്കിലും കണ്ടാൽ ജോയ്സ് എനിക്ക് കടന്നു വാ എന്ന് പറഞ്ഞൊരു വിളിയും ആ വിളിയിൽ പ്രതിഫലിക്കുന്നത്. തുടർന്ന് നടന്ന സർവകക്ഷി അനുശോചന യോഗത്തിൽ ചെറുപുഴ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഡെന്നി കാവാലം അധ്യക്ഷത വഹിച്ചു. സാജൻ മാസ്റ്റർ, ATV ദാമോദരൻ, റോഷി ജോസ്, AG മുത്തലിബ്, സിബി തോമസ്, ജോബിച്ചൻ മൈലാടൂർ തുടങ്ങി നിരവധി പേർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, ചെറുപുഴ.
ക്ഷേത്ര നിർമ്മാണ രംഗത്ത് തന്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ച് പിലിക്കോട് വറക്കോട്ട് വയലിലെ KP കൃഷ്ണനാചാരി 25 വർഷമായി നിർമ്മാണ മേഖലയിൽ സക്രിയമായ കൃഷ്ണനാചാരി ക്ഷേത്രത്തിനാവശ്യമായ കൊത്തുപണികളും മരപ്പണികളുമാണ് നിർവഹിക്കുന്നത്. ഇപ്പോൾ 3ഓളം ക്ഷേത്രങ്ങളുടെ നിർമ്മാണ തിരക്കിലാണ് KP കൃഷ്ണൻ ആചാരി. ഇരുപത്തിയഞ്ച് വർഷം മുൻപ് ആരംഭിച്ചതാണ് ഇദ്ദേഹത്തിന്റെ തൊഴിൽ സപര്യ. 15ാം വയസ്സിൽ പിതാവ് അപ്പു ആചാര്യയിൽ നിന്നുമാണ് വാസ്തുവിദ്യ ഇദ്ദേഹം സ്വായത്തമാക്കിയത്. 20 വർഷക്കാലം അച്ഛനു കീഴിൽ തൊഴിൽ അഭ്യസിച്ച ശേഷമാണ് കൃഷ്ണൻ ആചാരി ക്ഷേത്ര നിർമ്മാണ രംഗത്തേക്ക് ചുവടുവെച്ചത്. പിന്നീട് പ്രശസ്തമായ നിരവധി ക്ഷേത്രങ്ങളുടെ നിർമ്മാണങ്ങളിൽ പങ്കാളിയായ ഇദ്ദേഹം ഇപ്പോൾ 15 വർഷമായി സ്വന്തം നിലയിലാണ് ക്ഷേത്രജോലികൾ ഏറ്റെടുത്തു വരുന്നത്. തച്ചുശാസ്ത്ര വിധിപ്രകാരമുള്ള ക്ഷേത്ര നിർമ്മാണ പ്രവൃത്തികൾ ഏറ്റെടുത്ത് പൂർത്തീകരിച്ചു നൽകുന്നവർ ഇന്ന് വിരളമാണ്. വൃത്തം, 8, പട്ട തുടങ്ങി വിവിധ ആകൃതിയിലുള്ള ശ്രീകോവിലുകളുടെ നിർമ്മിതി ഏറെ ശ്രമകരമാണ്. ഇതിൽ ഉത്തരത്തിന്റെ നിർമ്മാണവും കൂട്ടിയോജിപ്പിക്കലുമാണ് ഏറെ ദുഷ്കരം. കൃത്യമായ അളവിൽ തയ്യാറാക്കുന്ന മര ഉരുപ്പടികളായ അലസി, ചെരിവ്, കഴുപ്പലക തുടങ്ങിയവ അണുയുടെ വ്യത്യാസമില്ലാതെ ഇതിൽ കൂടിച്ചേരേണ്ടതുണ്ട്. അതുകൊണ്ടുതന്നെ തൊഴിലിലെ പരിചയസമ്പത്തിനൊപ്പം സൂക്ഷ്മതയും പിന്തുടരേണ്ടത് ക്ഷേത്ര നിർമ്മിതിയിൽ കർക്കശമാണ്. കാസർഗോഡ് ജില്ലയിൽ നീലേശ്വരം, കക്കാട്, ബേക്കൽ പൂമാല, മേൽപ്പറമ്പ് കാലഭൈരവ ക്ഷേത്രം എന്നിവയുടെ നിർമ്മാണ ജോലിയിലാണ് കൃഷ്ണനാചാരി ഇപ്പോൾ. വിദഗ്ധ തൊഴിലാളികളുടെ അഭാവം തൊഴിൽ മേഖല നേരിടുന്ന പ്രധാന പ്രശ്നമാണ്. കാട്ടുമരങ്ങളായ പാലുരുപ്പ്, വേങ്ങ, മതിരെള്ള്, കരിമരുത് എന്നിവയുടെ നല്ല തടികൾ ലഭിക്കാത്തതും തൊഴിൽ മേഖല നേരിടുന്ന പ്രശ്നമായി കൃഷ്ണനാചാരി ചൂണ്ടിക്കാട്ടും. ക്ഷേത്രത്തിനാവശ്യമായ നല്ല മരങ്ങൾ, ക്ഷേത്രങ്ങൾക്ക് ഉപയോഗിക്കുന്ന മരങ്ങളും കിട്ടാൻ പ്രയാസമാണ്. ശരിക്കും ഈ മേഖലയിൽ ഇപ്പോൾ പണിക്ക് ആളുകൾ കിട്ടാൻ വളരെ പ്രയാസമാണ്. 25 വർഷമായിട്ട് ക്ഷേത്രം പണിയിൽ മേഖലയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ കുറേ വർഷം കുറേ പാർട്ട്ണർ വേറെ ആളുകളൊപ്പം ചേർന്ന് പണിയെടുത്തു. ഇപ്പോഴും സ്വന്തമായിട്ട് പണിയെടുക്കാൻ തുടങ്ങിയിട്ട് 10-15 വർഷത്തിൽ കൂടുതലായി. അതിൽ കൂടുതൽ കുറേ ക്ഷേത്രങ്ങൾ സ്വന്തമായിട്ട് ചെയ്ത് കഴിഞ്ഞു. ഇപ്പോൾ റെഡിയായിട്ട് 3 ക്ഷേത്രത്തിൻ്റെ പണി കാസർഗോഡ് ജില്ലയിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ, തൃക്കരിപ്പൂർ. പെരളം കോട്ടോൽ വയലിൽ വീണ്ടും മണ്ണിട്ട് നികത്തൽ. സംഭവമറിഞ്ഞ് കരിവള്ളൂർ കൃഷി ഓഫീസർ K. ജയരാജൻ നായരും പെരളം വില്ലേജ് അസിസ്റ്റന്റും സ്ഥലത്തെത്തി മണ്ണിടൽ നിർത്തിവെപ്പിച്ചു. പെരളം കോട്ടോൽ വയൽ പാടശേഖരം മണ്ണിട്ട് നികത്തുന്നു. പാടശേഖരം മണ്ണിട്ട് നികത്തുന്നത് അനുമതിയൊന്നും വാങ്ങാതെയാണെന്ന് സംഭവസ്ഥലം സന്ദർശിച്ച കൃഷി ഓഫീസർ K. ജയരാജൻ നായരും പെരളം വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് രവീന്ദ്രൻ ടിവിയും പറയുന്നു. നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമം വളരെ കർശനമായ ഈ ഒരു സാഹചര്യത്തിൽ ഇത്തരം പ്രവണതകൾ തീരെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി സാധിക്കില്ല. കഴിഞ്ഞ വർഷം തന്നെ ഇതേ വ്യക്തി ഇവിടെ തരം മാറ്റം വരുത്തിക്കൊണ്ട് അതിൽ വാഴ വെക്കുകയും അതോടൊപ്പം മറ്റ് വിളകൾ വെക്കുകയും കിണറുണ്ടാക്കുകയും ചെയ്തത് നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുള്ള കാര്യമാണ്. അവർക്ക് സ്റ്റോപ്പ് മെമ്മോ നോട്ടീസ് കഴിഞ്ഞ വർഷം വില്ലേജ് ഓഫീസർ കൊടുത്തിട്ടുള്ളതുമാണ്. പക്ഷേ ഇപ്പോഴും വീണ്ടും അതേ വ്യക്തി തന്നെ പുതിയ രീതിയിലുള്ള നികത്തലുമായി ബന്ധപ്പെട്ട് ഇവിടെ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നെൽവയൽ തണ്ണീർത്തടം നികത്തൽ പരിസ്ഥിതിക്ക് ദോഷമാണെന്നിരിക്കെ പ്രദേശത്തെ വ്യക്തി വയൽ മണ്ണിട്ട് നികത്തുന്നത് നിർബാധം തുടരുകയാണ്. കഴിഞ്ഞ വർഷവും ഇതുപോലെ വയൽ മണ്ണിട്ട് നികത്തിയിരുന്നു. ആ സമയത്ത് അധികൃതർ ഇടപെട്ട് മണ്ണിടൽ നിർത്തിവെപ്പിച്ചിരുന്നു.
എന്നാൽ വീണ്ടും ഈ വർഷവും മണ്ണിടൽ ആവർത്തിക്കുകയായിരുന്നു. അധികൃതർ സ്ഥലം സന്ദർശിച്ച് സ്റ്റോപ്പ് മെമ്മോ കൈമാറി. ന്യൂസ് ബ്യൂറോ, കരിവെള്ളൂർ. പിലാത്തറ ഫെസ്റ്റിന്റെ പന്തൽകാൽ നാട്ടുകർമ്മം മേരിമാതാ സ്കൂൾ ഗ്രൗണ്ടിൽ നടന്നു. ഫാദർ ജോയ് പൈനാടത്ത് കാൽനാട്ടുകർമ്മം നിർവഹിച്ചു. ഏപ്രിൽ 25 മുതൽ മെയ് 5 വരെ പിലാത്തറ മേരിമാതാ സ്കൂൾ ഗ്രൗണ്ടിൽ നടക്കുന്ന പിലാത്തറ ഫെസ്റ്റിന്റെ കാൽനാട്ടുകർമ്മം നടന്നു. ഫാദർ ജോയ് പൈനാടത്ത് കാൽനാട്ടുകർമ്മം നിർവഹിച്ചു. കാരണം ഒരു പ്രദേശത്ത് സ്നേഹം വളർത്തുക, കൂട്ടായ്മ വളർത്തുക, ഒരുമിച്ച് വരുവാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. കുറച്ചു മുൻപ് സാംസ്കാരിക പ്രവർത്തനങ്ങളെക്കുറിച്ചൊക്കെ സംസാരിച്ചപ്പോൾ ഇവിടെ പറഞ്ഞ ഒരു വസ്തുതയാണ്. ചടങ്ങിൽ TV ഉണ്ണികൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. KD ബെന്നി, M ദിവാകരൻ, KP അസീസ്, K ജയരാജൻ, KV സുധീഷ്, PK ബിജോയ്, M സതീശൻ, ഷാജി മാസ്കോ, KP ഷനിൽ തുടങ്ങിയവർ സംബന്ധിച്ചു. പയ്യന്നൂർ ശ്രീശങ്കരാചാര്യ കമ്പ്യൂട്ടർ സെന്ററിൽ ജോബ് ഫെയർ നടത്തി. C കൃഷ്ണൻ MLA ജോബ് ഫെയർ ഉദ്ഘാടനം ചെയ്തു. ശ്രീശങ്കരാചാര്യ കമ്പ്യൂട്ടർ സെന്ററിൽ നടന്ന ജോബ് ഫെയർ MLA C കൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. നിരവധി കമ്പനികൾ പങ്കെടുത്ത ജോബ് ഫെയറിൽ കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലെ ശ്രീശങ്കരാചാര്യയിലെ 100 കണക്കിന് വിദ്യാർത്ഥികൾ പങ്കെടുത്തു. നല്ല ഭൂമി ഭക്ഷ്യാരോഗ്യ സ്വരാജ് കൂട്ടായ്മയുടെ പ്രതിമാസ ജൈവ കാർഷികോൽപ്പന്ന ചന്തയും ജൈവ കർഷകരുടെ ഒത്തുചേരലും ഏപ്രിൽ 13 രാവിലെ 10 മണി മുതൽ പയ്യന്നൂർ ബോയ്സ് ഹൈസ്കൂളിൽ നടക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. മോദി ഭരണത്തിന് കീഴിൽ രാജ്യത്ത് ന്യൂനപക്ഷങ്ങൾ ആക്രമിക്കപ്പെട്ടപ്പോൾ കോൺഗ്രസ് കാഴ്ചക്കാരായി മാറുകയാണുണ്ടായതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ആരോപിച്ചു. ന്യൂനപക്ഷങ്ങൾക്ക് സംരക്ഷണം നൽകാൻ കോൺഗ്രസിന് സാധിക്കില്ലെന്ന് ഇതിനോടകം തെളിഞ്ഞതാണെന്നും മുഖ്യമന്ത്രി. തിരഞ്ഞെടുപ്പ് ചട്ടലംഘനം. UDF സ്ഥാനാർത്ഥി രാജ്മോഹൻ ഉണ്ണിത്താനെതിരെ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി. ശബരിമല വിഷയത്തെ അധികരിച്ച പ്രസംഗമാണ് വിവാദമായത്. ചൂട് വർദ്ധിക്കും. വരും ദിവസങ്ങളിൽ സംസ്ഥാനത്ത് അതീവ ജാഗ്രതാ നിർദ്ദേശം. ഏപ്രിൽ 12, 13 തീയതികളിൽ ഉയർന്ന താപനില ശരാശരിയിൽ നിന്നും 2 മുതൽ 4 ഡിഗ്രി വരെ ഉയരുവാൻ സാധ്യതയെന്നും മുന്നറിയിപ്പ്. കുടിവെള്ള പദ്ധതിയുടെ നിർമ്മാണ പ്രവൃത്തി സ്വകാര്യ വ്യക്തി തടസ്സപ്പെടുത്തുന്നതായി പരാതി. ചെറുതാഴം അരുമ്പാക്കത്ത് പ്രദേശവാസികൾ പ്രതിഷേധവുമായി രംഗത്തെത്തി. പഴയങ്ങാടി പാലം ബലപ്പെടുത്തുന്ന പ്രവൃത്തിക്ക് തുടക്കമായി. 3,30 ലക്ഷം രൂപ ചെലവിലാണ് പ്രവൃത്തി നടത്തുന്നത്. 6 മാസം കൊണ്ട് പ്രവൃത്തി പൂർത്തിയാകും. മാത്തിൽ പെരളം ഭാഗങ്ങളിൽ വയൽ നികത്തൽ വ്യാപകം. നടപടി കടുപ്പിച്ചു വില്ലേജ് അധികൃതർ. വാർത്താനേരം പൂർണ്ണമാകുന്നു. നമസ്കാരം.